അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമുക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രയാസവും ബുദ്ധിമുട്ടും വരുന്ന സമയത്ത്, അതുപോലെ ആഗ്രഹങ്ങൾ ഉദ്ദേശങ്ങൾ നിറവേറാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന അതിമഹത്തായ ഒരു അമലിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. തഹജ്ജുദിൻ്റെ സമയം. ആ സമയം നമുക്കെല്ലാവർക്കും അറിയാം എത്രമാത്രമാണ് അതിൻ്റെ പ്രാധാന്യമെന്ന്. രാത്രിയുടെ അവസാന യാമത്തിൽ സുബ്ഹിൻ്റെ മുമ്പായി തഹജ്ജുദ് നിസ്കാരം 2 റക്അത്ത് നിസ്കരിക്കുക. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചാൽ എന്ത് ചോദിച്ചാലും റബ്ബ് നൽകുന്നതാണ്. തഹജ്ജുദിൻ്റെ മഹത്വം പറഞ്ഞാൽ തീരില്ല. ജീവിതത്തിൽ ദിവസവും തഹജ്ജുദ് നിസ്കരിച്ചാൽ ഐശ്വര്യവും ബർക്കത്തും ഉണ്ടാകും. രാത്രിയുടെ 3-ാം യാമത്തിൻ്റെ പ്രത്യേകതയാണ് അള്ളാഹു 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരികയും ആവശ്യമുള്ളവർ ആ സമയത്ത് എഴുന്നേറ്റിരുന്നു കൊണ്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കുകയും ചെയ്യുന്നതാണ്. അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുകയും തഹജ്ജുദ് നിസ്കരിച്ച ശേഷം പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഉത്തരം ഉറപ്പാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത്രയും മഹത്തമായ ഈ സമയത്ത് തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം യാ അർഹമുർ-റഹീമായ റബ്ബിനെ 1000 പ്രാവശ്യം വിളിച്ചാൽ പ്രാർത്ഥിച്ചാൽ ഉത്തരം ഉറപ്പാണ്. തഹജ്ജുദ് നിസ്കാര ശേഷം യാ അർഹമർ-റഹീമീൻ എന്ന ദിക്ർ 1000 പ്രാവശ്യം ചൊല്ലി ദുആ ചെയ്യുക. ഇത് ചൊല്ലി പ്രാർത്ഥിച്ചാൽ ഐഹികവും പാരത്രികവുമായ എല്ലാവിധ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും അള്ളാഹു നിറവേറ്റിത്തരും. ഒരുപാട് പേർക്ക് ഉത്തരം കിട്ടിയ ഒരു ദിക്റാണിത്. വിഷമങ്ങൾ അനുഭവിക്കുന്നവർ, പ്രയാസം അനുഭവിക്കുന്നവർ ഈ ദിക്ർ 1000 പ്രാവശ്യം തഹജ്ജുദ് നിസ്കാര ശേഷം ചൊല്ലി ഇത് കയ്യും റബ്ബിലേക്ക് ഉയർത്തി ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേഗത്തിൽ ആഗ്രഹം നടക്കുന്നതാണ്. ഒരുപാട് പേർ പലവിധ വിഷമത്തിലാണ്. നാം അള്ളാഹുമായി എത്രത്തോളം അടുക്കുന്നുവോ അത്രത്തോളം അള്ളാഹു നമ്മോട് അടുക്കും. നല്ല വിശ്വാസത്തോടെ എനിക്കിത് ചെയ്താൽ എൻ്റെ കാര്യങ്ങൾ ശരിയാവുമെന്ന ഒരു ഉറച്ച തഖ്വയോടെ ചെയ്യുക. ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് തനിച്ചിരുന്നു കൊണ്ട് നമ്മുടെ സങ്കടങ്ങളുടെ ആഴം എത്രയാണോ അത്രത്തോളം മനസ്സിൽ ആ സങ്കടം നിറച്ചുകൊണ്ട് കണ്ണ് നിറഞ്ഞുകൊണ്ട് മറ്റൊരു ശ്രദ്ധയുമില്ലാതെ ഇത് ചൊല്ലി ദുആ ചെയ്യുക. അള്ളാഹു അല്ലാതെ, അവൻ്റെ മുന്നിലല്ലാതെ കൈനീട്ടിയിട്ട് കാര്യമില്ല. അവൻ്റെ കാരുണ്യം മാത്രമാണ് നമ്മുടെ രക്ഷ. റഹ്മുർ-റഹീമായ രാജാധിരാജനായ രാജസയ്യിദായ റബ്ബ് നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റിത്തരികയും എല്ലാ ആഗ്രഹങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും മാറ്റിത്തരികയും ചെയ്യട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.